നമസ്കാരം. 5.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയുള്ള സുസുക്കിയുടെ ഒരു സ്കൂട്ടർ. ആ സ്കൂട്ടറിൽ നിലവിൽ 1 ലിറ്ററിലധികം എണ്ണയുണ്ട്, പെട്രോൾ ഉണ്ട്. എന്നിട്ടും അതിന് പുറമെ 6 ലിറ്ററിലധികം എണ്ണയടിച്ച് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുകയാണ് എറണാകുളത്ത് അരൂരുള്ള ഭാരത് പെട്രോളിയം പമ്പ്. ഇന്ന് രാവിലെയാണ് മുഹമ്മദ് അസ്ലം എന്ന കോഴിക്കോട്ടുകാരൻ. അയാൾ സാധാരണ ഫുൾ ടാങ്ക് തന്നെയാണ് അടിക്കല്, അല്ലാതെ ഒരടിയില്ല. ഏതെങ്കിലും ഒരു പമ്പിൽ കയറും, ഇടയ്ക്കിടയ്ക്ക് അടിക്കേണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതിന് കൂടുതൽ അടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഒരു 500 രൂപയിൽ താഴെ മാത്രമാണ് പെട്രോൾ അടിച്ചിട്ടുള്ളത്. പതിവ് പോലെ അദ്ദേഹം അന്നും പമ്പിൽ എണ്ണ അടിക്കാൻ വന്നു. കുറച്ച് എണ്ണ അതിനകത്ത് ഉണ്ടായിരുന്നു, എണ്ണ അടിച്ചു. ഈ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചു കഴിഞ്ഞപ്പോൾ 6 ലിറ്ററിലധികം എണ്ണ ആ ടാങ്കിൽ കൊണ്ടു, അതായത് അവർ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ കണക്ക് പ്രകാരം 7.5 ലിറ്ററോളം പെട്രോൾ ആ ടാങ്കിൽ കൊണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു പരാതി വരും. ഇതെന്ന് വെച്ചു, ഇത് ഇത്രയും ടാങ്ക് കപ്പാസിറ്റി ഉള്ള ഇതിനകത്ത് ഇത്ര എണ്ണ എങ്ങനെ കയറി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞിത്ര അത് എയർ ഒരു വിഷയം കയറി വന്നിട്ടുണ്ടാകും, അതാണ് മറിഞ്ഞത് എന്ന്. അപ്പൊ അയാൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു, നിങ്ങൾ ഈ എയർ അടിക്കുന്നതിന് ഞാൻ പൈസ തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും പറഞ്ഞതുമില്ല. സംശയലേശം പിന്നെ അത്രയും എണ്ണ ഈ ടാങ്കിൽ അടിച്ചിട്ടുണ്ട് എന്ന ഒരു പിടിവാശിയിൽ അവർ നിന്നു. സ്വാഭാവികമായും അസ്ലം അവിടെ നിന്നുകൊണ്ട് മറുനാടൻ പീയൂഷിനെ വിളിച്ചു. പീയൂഷ് പെട്രോൾ പമ്പിലെത്തി. പെട്രോൾ പമ്പുകാരുമായി സംസാരിച്ചു, അസ്ലവുമായി സംസാരിച്ചു. ഇതിനിടയിൽ പീയൂഷ് 2 ഷോറൂമുകാരെ വിളിച്ച് സംസാരിച്ചു. ഈ വണ്ടിക്ക് എത്രയാണ് ഫ്യൂൽ കപ്പാസിറ്റി, മാക്സിമം അടിക്കാൻ കഴിഞ്ഞാൽ 5.5 ലിറ്റർ എണ്ണ അടിക്കാൻ പറ്റും എന്നാണ് അവർ അന്വേഷിച്ച 2 ഷോറൂമുകാരും പറഞ്ഞത്. അസ്ലമിനെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടി സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പുകാരും മറ്റും അവരെല്ലാവരും പറയുന്നു 5.5 ലിറ്റർ മാത്രമേ അതിൽ എങ്ങനെ കുത്തിഞ്ഞിരിക്കാനും അടിക്കാൻ പറ്റൂ എന്ന്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 6 ലിറ്ററിലധികം എണ്ണ ഇതിനകത്ത് അടിച്ചത്, അതിനകത്ത് 1 ലിറ്റർ ഉണ്ടായിട്ടും? ഇതാണ് ന്യായമായ സംശയം. പീയൂഷ് പെട്രോൾ പമ്പുകാരോട് സംസാരിക്കുമ്പോൾ അവർ 5 ലിറ്ററിന്റെ ഒരു ക്യാൻ കൊണ്ടുവന്ന് അളന്ന് കാണിച്ചു, 5 ലിറ്റർ അടിച്ച് കാണിച്ചു, കറക്റ്റാണ്, യാതൊരു സംശയമില്ല. അപ്പൊ പീയൂഷ് സ്വാഭാവികമായിട്ടും ചോദിച്ചു, ഞാൻ 1 ലിറ്ററിന്റെ ഒരു കുപ്പി കൊണ്ടുവരട്ടെ, നിങ്ങൾ 1 ലിറ്റർ അതിനകത്ത് അടിക്കുക, ഒരു ഏകദേശ ധാരണ കിട്ടുമല്ലോ നമുക്ക്. അത് പറ്റില്ല. അതിന് അവർക്ക് 1 ലിറ്ററിന്റെ കറക്റ്റ് 1 ലിറ്റർ ആണെന്ന് കാണിക്കുന്ന മാർക്ക് ചെയ്തിട്ടുള്ള കുപ്പി സർട്ടിഫിക്കറ്റ് സഹിതം കൊണ്ടുവന്ന് അറ്റസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു തരാം, അല്ലെങ്കിൽ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 5 ലിറ്റർ ഇതിൽ മാത്രമേ ഞങ്ങൾ അടിച്ച് കാണിച്ചു തരൂ, അതൊരു വാശി, അതാണ് നിയമം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ പ്രേക്ഷകർ ചിന്തിക്കുന്നത് 5.5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കിൽ 6 ലിറ്ററിലധികം എണ്ണ അവർ അടിച്ചു കഴിഞ്ഞു, നിലവിൽ 1 ലിറ്ററിലധികം എണ്ണ ഉണ്ടായിരിക്കെ. എന്നാൽ അതേസമയം ചെക്ക് ചെയ്യുന്ന സമയത്ത് 5 ലിറ്ററിന്റെ ആ ക്യാനിൽ ശരിയായ അളവിൽ 5 ലിറ്റർ കാണുകയും ചെയ്യുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. അത് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. ഇത് ശരിയാണെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ പെട്രോൾ പമ്പുകളിലും ആരും തിരിച്ചറിയാതെ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും പിടിക്കാതെ, അതായത് ഇവർ കള്ളമാണ് ചെയ്യുന്നത്, അളവ് കുറച്ചാണ് കൊടുക്കുന്നത് എന്ന് തെളിയിക്കപ്പെടാതെ കള്ളം ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതേ പെട്രോൾ പമ്പുകാരുടെ ഒരു വർത്തമാനമാണ് ആ നിലയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. പീയൂഷ് ചോദിച്ചു, നിങ്ങൾ 5 ലിറ്റർ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലോ, ഇത്തരത്തിൽ നിങ്ങൾ അളന്ന് കാണിച്ചപ്പോൾ അത് 5 ലിറ്റർ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് കാണിച്ച് വെച്ചതാണെങ്കിലോ, അല്ലാതെ അടിക്കുന്നതിലൊക്കെ അല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, അഥവാ ആ മെഷീൻ അത് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 2 OTP എൻ്റർ ചെയ്ത് കൊടുക്കണമെന്ന്. അതായത് 2 മൊബൈലുകൾ 2 വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരിക്കുന്ന, ഒന്ന് ഓഫീസറടുത്ത് ഒന്ന് ഓണറടുത്ത്, ഈ 2 സ്ഥലത്തും OTP പോകും. ആ OTP രണ്ടും കൂടി ഈ മെഷീനിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ മെഷീൻ ഓപ്പൺ ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് എന്റെ സംശയം. ഞാൻ ചോദിക്കുന്നത്, ഈ മെഷീൻ അവിടെ പെട്രോൾ പമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കുറ്റിയാണ്. ആ കുറ്റിക്ക് എങ്ങനെ മനസ്സിലാവും ഈ വരുന്ന OTP ജനുവിനാണ്, അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് മനസ്സിലാകണമെങ്കിൽ അത് ഇന്റർനെറ്റുമായി, ഈ ഓൺലൈൻ ലോകവുമായി ആ കുറ്റിക്ക് ബന്ധം ഉണ്ടാകണം, അല്ലെങ്കിൽ വൈഫൈയുമായോ മറ്റേതെങ്കിലും നിലയിൽ അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം OTPകളിലൂടെ അവർക്ക് യഥാസമയം വേണ്ട സമയത്ത് മാറ്റങ്ങൾ വരുത്താൻ, ഓൺലൈനിലൂടെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സാധിക്കില്ലേ? അല്ല എന്നുണ്ടെങ്കിൽ ഈ മെഷീന് OTPയുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇന്റർനെറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളിലും വരുന്ന OTP ഇത് തന്നെയാണ് എന്ന് എങ്ങനെയാണ് ആ മെഷീൻ വെരിഫൈ ചെയ്യുന്നത് എന്നതിന്റെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. പലപ്പോഴും കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് പറയുകയും എന്നാൽ ലീഗൽ മെട്രോളജി വന്ന് പരിശോധിക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അസ്ലം പീയൂഷിനെ വിളിച്ച്, പീയൂഷ് വരുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് സമയമെടുത്തു, ഏതാണ്ട് 1/2 മണിക്കൂർ 1 മണിക്കൂറോളം സമയം കഴിഞ്ഞ ശേഷമാണ് പീയൂഷ് അവിടെ പമ്പിൽ എത്തുന്നത്. അസ്ലമിന്റെ
അഭിപ്രായങ്ങളും അതുപോലെ പമ്പുകാരുടെ അഭിപ്രായങ്ങളും എടുക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ 1 മണിക്കൂറോളം സമയം പമ്പുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അസ്ലം തന്നെ പറയുന്നു ഏകദേശം 1 മണിക്കൂർ സമയമെടുത്തു പീയൂഷും ടീമും അവിടെ എത്താൻ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് എത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതിനിടയിൽ കുറച്ച് സമയം ഈ കുറ്റിയിൽ, അതായത് അസ്ലം ഏത് പെട്ടിയിൽ നിന്നാണോ എണ്ണ അടിച്ചത് അതിന്റെ തൊട്ട് മുന്നിൽ നോ സ്റ്റോക്ക് ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് സമയം. ഇത് തന്നെയാണ് എന്റെ സംശയം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് അസ്ലമിന് എണ്ണ അടിച്ചു കഴിഞ്ഞ ശേഷം പിന്നീട് അതൊരു വിഷയമാകും എന്ന് കണ്ടപ്പോ ആ കുറ്റിയിൽ നിന്ന് പിന്നെ എണ്ണ അടിക്കാതെ അവിടെ നോ സ്റ്റോക്ക് ബോർഡ് സ്ഥാപിച്ചത്? അത്തരത്തിൽ നോ സ്റ്റോക്ക് ബോർഡ് സ്ഥാപിച്ച ശേഷം നേരത്തെ പറഞ്ഞ രീതിയിൽ SMS മുഖാന്തരമോ മറ്റോ ഏത് രീതിയിലോ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ റീപ്രോഗ്രാം ചെയ്ത് നേരെ ചൊവ്വെ ആയതിനു ശേഷമാണ് ആ ബോർഡ് എടുത്തു മാറ്റിയത്. SMS കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലൂടെയോ വൈഫൈ കണക്ഷൻ കൊടുത്തുകൊണ്ട് കൃത്യമായി അളവ് കറക്റ്റ് ചെയ്തു, ശരിയായ വണ്ണം അത് ചെയ്തു വെച്ചു. അങ്ങനെ ചെയ്തു വെച്ച ശേഷം പിന്നീട് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് മാറ്റി അതിനുശേഷം അവർ വിൽപ്പനയും തുടങ്ങി. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ നിങ്ങൾ പറ. അല്ലെങ്കിൽ എന്തിനാണ് അവർ ക്ലോസ് ബോർഡ് വെച്ചത്? കുറച്ച് സമയം മാത്രം എങ്ങനെയാണ് ആ നോ സ്റ്റോക്ക് ബോർഡ് അവിടെ വരികയും എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ലോഡും വരാതെ ഒരു ടാങ്കും ഫില്ല് ചെയ്യാതെ ആ നോ സ്റ്റോക്ക് ബോർഡ് മാറ്റിയതിനു ശേഷം എണ്ണ അടിക്കാൻ തുടങ്ങിയത്? കണ്ടിന്യൂ അടിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ഓൺലൈനിൽ അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാമിംഗ് നടക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പ്രോഗ്രാമിലൂടെ ഈ പുതിയ മെഷീനിലൂടെ അളവ് തൂക്ക കള്ളത്തരങ്ങൾ നടത്തി പമ്പുകാർ പറ്റിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ പരിശോധിക്കാൻ വരുമ്പോൾ ഒരു കാരണവശാലും പിടിക്കപ്പെടുകയില്ല. ഇവിടെ അരൂരിലെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മെഷീൻ OTP വെരിഫൈ ചെയ്യുന്നത് എന്ന് അവർ പറഞ്ഞു തരണം. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് അസ്ലമിന്റെ സ്കൂട്ടറിലേക്ക് എണ്ണ അടിച്ച ശേഷം അതൊരു പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോ കുറച്ചു നേരത്തേക്ക് ആ ഒരു കുറ്റി ക്ലോസ് ചെയ്ത് വെച്ചത്, അതായത് വീണില്ല ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചത് എന്തിനാണ് എന്ന് പറയും വേണം. അപ്പോൾ അതിന് മറുപടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത്തരത്തിൽ ചില വിക്രസുകൾ കാണിച്ചിട്ട് പമ്പുകൾ കൃത്രിമം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതിനാണ് ആധുനിക പമ്പുകൾ കൊണ്ടുവന്ന് വെക്കുന്നത്. തുറന്ന് അതിന്റെ ഉള്ളിൽ തിരിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിനുള്ളിൽ എന്തെങ്കിലും സർവീസോ മറ്റോ കാര്യങ്ങൾ ചെയ്യുന്നതിന് OTP ഒരു ആവശ്യം ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ വില മറ്റു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനോ ഓരോ ദിവസവും ഈ മെഷീൻ അഴിച്ചു കണ്ട് മാറ്റം വരുത്തുമെന്നാണോ പറയുന്നത്? അല്ല. ഈ ആപ്ലിക്കേഷനിലൂടെ ഈ വൈഫൈ കണക്ഷനിലൂടെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ 2 OTP വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ക്ലോസ്ഡ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് അവർ ആ പ്രോഗ്രാം തിരുത്തിയത് കൊണ്ടാണ് പിന്നീട് 5 ലിറ്റർ ക്യാൻ കൊണ്ടുവച്ച് പാർന്നപ്പോൾ അതുണ്ടായത്. ശരിക്കും അസ്ലം ചെയ്യേണ്ടിയിരുന്നത് ആ സമയത്ത് തന്നെ പമ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 5 ലിറ്ററിന്റെ ക്യാൻ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അളന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 5 ലിറ്റർ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും പമ്പിൽ നിങ്ങൾക്ക് അളവിൽ കുറവാണ് എന്ന് തോന്നിയാൽ ആ നിമിഷം തന്നെ അവരോട് പറയാം, നിങ്ങളുടെ അളവ് മെഷീൻ എടുത്തുകൊണ്ട് ഒരു 5 ലിറ്ററിന്റെ ക്യാൻ എന്തായാലും അവിടെ ഉണ്ടാവും, എനിക്ക് അളന്ന് കാണിച്ചു തരണം. അത് കൊണ്ടുവന്ന ശേഷം മാനുവൽ അവർ അടിക്കട്ടെ. 5 ലിറ്റർ പൂർത്തിയാകുമ്പോൾ അവിടെയും 5 ആണോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ പമ്പ് ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ച ശേഷം പ്രോഗ്രാം ചേഞ്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പൺ ആകും. എണ്ണ അടിക്ക് നമ്മൾ പൊട്ടന്മാരായി മാറുകയും ചെയ്യും. Different angles. Don't forget to subscribe and support this channel.